മന്ത്രി വാസവൻ ഉരുണ്ട് കളിക്കുകയായിരുന്നു ഈ കാര്യത്തിലൊക്കെ. മന്ത്രി വാസവൻ പറയട്ടെ എത്ര പ്രതിനിധികൾ ഉണ്ടായിരുന്നു, മന്ത്രി പറയട്ടെ എത്ര പേര് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിൽ പങ്കെടുത്തെന്ന്. സെഷനിലൊന്നും ആരും പങ്കെടുത്തില്ല, ഒരു ചർച്ചയും ഉണ്ടായില്ല. അപ്പം ഇത് വളരെ ദയനീയമായ പരാജയമാണ് ആഗോള സംഗമം ഉണ്ടായത്. അവിടെ ഇപ്പം നിങ്ങൾ ചെന്ന് നോക്കിയാൽ അറിയാം, അവിടെ ആരുമില്ല, അവിടെ ആരും ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അപ്പം കൊട്ടിഘോഷിച്ചുകൊണ്ട് വന്ന ആഗോള അയ്യപ്പ സംഗമം അയ്യപ്പന് തന്നെ ഇഷ്ടപ്പെടാതായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. കലിയുഗവരതനായ അയ്യപ്പ സ്വാമിയുടെ അനിഷ്ടം കൊണ്ടാണ് ഈ സംഗമം ഒരു വൻ പരാജയമായി മാറിയത്. ശബരിമലയുടെ വികസനത്തിനോ പുരോഗതിക്കോ വേണ്ടിയിട്ടുള്ള ഒരു കാര്യം അവിടെ ചർച്ച ചെയ്തില്ലെന്ന് മാത്രമല്ല, ചർച്ച ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. ആരാണ് വിദേശത്തുനിന്ന് ആര് വന്നു? അദാനി അംബാനിയൊക്കെ വരുമെന്ന് പറഞ്ഞു. അവരെ അവിടെ ഒരു അടവായിരുന്നു. പക്ഷെ ആ അടവും പൊളിഞ്ഞുപോയി. ഒരു സംശയം വേണ്ട, കേരളത്തിലെ ഭക്തജനങ്ങൾ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി നിലനിൽക്കുന്ന കാര്യത്തിൽ സംശയമില്ല. സ്ത്രീ പ്രവേശനത്തിന് വേണ്ടി വാദിച്ച മുഖ്യമന്ത്രി അതിനെപ്പറ്റി ഒരു അക്ഷരം ഇന്ന് വേണ്ടിയില്ല. സ്ത്രീ പ്രവേശനം നടത്താൻ വേണ്ടി പോലീസിനെ ഉപയോഗിച്ച മുഖ്യമന്ത്രി അത് ഖേദം പ്രകടിപ്പിക്കാൻ പോലും തയ്യാറായില്ല. അപ്പം അതുകൊണ്ട് ഇതിൽ ആർക്കും വിശ്വാസമില്ല. ഭക്തജനങ്ങൾ പരിപൂർണമായി ആഗോള സംഗമത്തെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഈ NSS SNDP ഒക്കെ പങ്കെടുത്തു. NSSന്റെ പ്രതിനിധി ഉണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ് പിണറായി വിജയൻ ഒരു ഭക്തനാണെന്ന് ഇതിലൂടെ തെളിഞ്ഞു എന്നാണ് പറയുന്നത്. അത് പറയേണ്ടത് പിണറായി വിജയനല്ലേ പറയണ്ടേ? പിണറായി വിജയൻ പറയട്ടെ ഭക്തനാണോ വലിയോ? പിണറായി വിജയൻ പറയട്ടെ ഞാൻ ഭക്തനാണ്, ചെയ്ത കാര്യം തെറ്റിപ്പോയി, മാപ്പാക്കണം, അല്ലെങ്കിൽ ഞാൻ ഖേദം പ്രകടിപ്പിക്കണം, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റിയതിൽ ഞാൻ ഖേദിക്കുന്നു എന്ന് പറയട്ടെ. അത് പറയുമോ പിണറായി വിജയൻ? അതാണ് അറിയുന്നത്. അപ്പം ഭക്തജനങ്ങളെ കളിപ്പിക്കുന്ന ഏർപ്പാടങ്ങൾ നിർത്തണം. ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനം നിങ്ങൾക്കുണ്ടാകുന്നത് വേസ്റ്റ് ഓഫ് മണി ആൻഡ് വേസ്റ്റ് ഓഫ് ടൈം. ഇത് മാത്രമാണ്. ഒരു പത്രലേഖകൻ എന്നോട് പറഞ്ഞത് അവിടെ ഉണ്ടായിരുന്നത്, ഒരു ദിവസം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതാണ്, ഒരു ദിവസം വേസ്റ്റായി പോയത്. ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ ഒരു ദിവസം വേസ്റ്റായി പോയത്. അപ്പോൾ വാസവൻ്റെ അവകാശവാദങ്ങളെല്ലാം പൊളിഞ്ഞില്ലേ? ഇതാണ് വാസവൻ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.